Matthew says he is the king, he is the high priest, and also he came to die. അവൻ മരിക്കാൻ വേണ്ടി വന്നവനാണ്, അവൻ രാജാവാണ്. ഹി ഈസ് ദ കിങ്. അങ്ങനെ യേശു രാജാവായതുകൊണ്ട് ആ രാജാവിൻ്റെ നയപ്രഖ്യാപനമായിട്ടാണ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവൻ രാജാവാണെങ്കിൽ ആ രാജ്യത്തിലെ അവൻ്റെ പദ്ധതികൾ എന്താണ്? ആ രാജ്യത്തിൻ്റെ പ്രജകൾക്ക് ഉള്ള പ്രത്യേകതകൾ എന്താണ്? എങ്ങനെയുള്ളവരെ, അല്ലെങ്കിൽ അതിൻ്റെ മാനിഫെസ്റ്റോ, അല്ലെങ്കിൽ മാഗ്ന കാർട്ട എന്ന് പറയാം, അവൻ്റെ നയപ്രഖ്യാപനമാണ് വാസ്തവത്തിൽ എന്ത്? ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. എങ്ങനെയുള്ള വ്യക്തിയുടെ രാജാവിൻ്റെ നയപ്രഖ്യാപനമാണ്. സോ അപ്പോൾ ഗിരിപ്രഭാഷണം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, യേശുവിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? അവൻ വിമോചകനാണ്. വിമോചകനായ, രക്ഷകനായ യേശുവിനെ രക്ഷകനായി തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഗിരിപ്രഭാഷണം ശരിയായ നിലയിൽ ഗ്രഹിക്കാനായിട്ട് കഴിയത്തില്ല. രണ്ടാമത്, ഹി ഈസ് നോട്ട് ജസ്റ്റ് എ റിഡീമർ, ഹി റിഡീംസ് ആൻഡ് ഹി റൂൾസ് ഓവർ us. അവൻ നമ്മളെ വിടുവിക്കുക മാത്രമല്ല, അവൻ എന്ത് ചെയ്യുന്നു? നമ്മളെ ഭരിക്കുവാനായി ഇറങ്ങി വന്നിരിക്കുന്ന രാജാവാണ് എന്നുള്ള തിരിച്ചറിവ്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ രാജാവിൻ്റെ രാജ്യപ്രഖ്യാപനമാണ്. ഇൻഫാക്ട് അവിടെ അത് സംസാരിച്ചു തുടങ്ങുന്നത് ശരിക്കും യേശു അല്ല. അവിടെ ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു. മാത്യു ചാപ്റ്റർ 3:1. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് അവൻ എന്ത് ചെയ്യുകയാണ് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. ബട്ട് ഹീ ഈസ് നോട്ട് ദ കിങ്. അവനല്ല രാജാവ്. അതെന്താണ്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. അപ്പൊ രാജാവല്ല ഇവിടെ വാസ്തവത്തിൽ രാജ്യത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നത്. പ്രത്യുത രാജാവിന് വഴിയൊരുക്കുന്നവനായ യോഹന്നാനാണ്. പക്ഷേ ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കാര്യം ആര് പറയുന്നുണ്ട്? യോഹന്നാൻ സ്നാപകൻ പറയുന്നു. എന്താണ്? മാനസാന്തരപ്പെടണം. അപ്പോൾ മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് കഴിയത്തില്ല. മാനസാന്തരം എന്ന വാക്കിന് വളരെ വളരെ ചെറിയൊരർത്ഥമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇറ്റ് ഇസ് സിംപ്ലി എന്താണ്? തിരിയുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഷൂബ് എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഓൾഡ് ടെസ്റ്റമെന്റിൽ ഉടനീളം നമ്മൾ കാണുന്നതായ പ്രവാചകന്മാരെല്ലാം ഉപയോഗിക്കുന്നൊരു വാക്കാണ്. പ്രവാചകന്മാരെല്ലാം ചെന്ന് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളെ കർത്താവ് ശിക്ഷിക്കുമെന്നാണ്. ഇല്ലേ? മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതേ ഉള്ളൂ. ഏദൻ തോട്ടത്തിൽ ദൈവവും മനുഷ്യനും മുഖാമുഖം നോക്കിയിരിക്കുകയായിരുന്നു. അല്ലേ? ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനും എന്താണ്? മുഖത്തോട് മുഖമാണ്, ഫേസ് ടു ഫേസ് ആയിട്ടാണ് ജീവിച്ചത്. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഫേസ് ടു ഫേസ് ആയിട്ട് ജീവിച്ച മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് പുറംതിരിയുകയാണ്. ടേൺ ഹിസ് ബാക്ക് ആൻഡ് ഹി വാസ് റണ്ണിങ്. ഇൻഫാക്ട് ദൈവം അവനെ ഓടിച്ചു വിടുകയല്ല, ഇവൻ എന്ത് ചെയ്യാണ്? ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുമ്പോൾ ഫേസ് ടു ഫേസ് അല്ല, ദൈവം പുറകെ നിൽക്കുകയാണ്. മനുഷ്യൻ എന്ത് ചെയ്യാണ്? ദൈവത്തിന് പുറം തിരിഞ്ഞ് ഓടിപ്പോവുകയാണ്. അന്ന് മുതൽ ദൈവത്തിന് പുറം തിരിഞ്ഞ് ഓടിപ്പോകുന്ന മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ് ടേൺ ബാക്ക്. നീ എന്തിനാ ഓടിപ്പോകുന്നത്? നീ എൻ്റെ മുഖത്തേക്ക് നോക്ക്. ടേൺ ബാക്ക്, നീ എന്നിലേക്ക് തിരിയുക. അതാണ് വാസ്തവത്തിൽ മാനസാന്തരത്തിൻ്റെ പ്രഥമമായ പാഠം എന്ന് പറയുന്നത്. ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ നിയമത്തിൽ ഉടനീളം പ്രവാചകന്മാർ വന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയാനാണ്. ഒരിക്കൽ ദൈവവുമായി മുഖാമുഖം ജീവിച്ച മനുഷ്യവർഗത്തിന് ദൈവം കൊടുക്കുന്ന ആഹ്വാനം, ഇപ്പോൾ നിങ്ങൾ എനിക്ക് പുറം തിരിഞ്ഞോടുകയാണല്ലോ, ഇനി അങ്ങനെ ഓടേണ്ട കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? എങ്കിലേക്ക് തിരിയുക. തിരിയുക എന്നുള്ള വാക്കാണ് ഷൂബ് എന്ന് പറയുന്ന വാക്ക്. ടേൺ ടു ഗാഡ്, ദൈവത്തിങ്കിലേക്ക് തിരിയുക. ന്യൂ ടെസ്റ്റമെന്റിലും ഏകദേശം ഇതേ അർത്ഥം തന്നെ വരുന്ന രീതിയിലാണ് മാനസാന്തരപ്പെടുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മാനസാന്തരപ്പെടുന്നത് ദൈവത്തിങ്കലേക്കാണ്. അതുകൊണ്ടാണ് ഈവൻ പാൾ ഉപയോഗിക്കുന്നതും ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തര പ്രസംഗം. ദൈവത്തിങ്കലേക്ക്, ദാറ്റ് മീൻസ് വി ടേൺ ബാക്ക്. എങ്ങോട്ട്? വീണ്ടും ദൈവത്തിങ്കലേക്ക്. എവിടെ നിന്ന് ഓടിപ്പോയോ അവിടേക്ക്. അതാണ് മാനസാന്തരം. യോഹന്നാനോട് പറയുന്ന ഇതാണ്, ഇനിയിപ്പോൾ നിങ്ങൾ ദൈവത്തിന് പുറം തിരിഞ്ഞ് ഓടുന്നത് ശരിയല്ല. കാരണം ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നത് കൊണ്ട് തിരിച്ച് ദൈവരാജ്യത്തിലേക്ക്, ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയിലേക്ക്. അതാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഡസൻറ്റ് സ്പീക്ക് അബൌട്ട് എ പ്ലേസ്. ഓഫ് കോഴ്സ് ദർ ഈസ് ഹെവൻ,
But John says about a state of the kingdom. ദൈവരാജ്യത്തിന്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. വാട്ട് ഇസ് ഇറ്റ്? ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയിലേക്ക്. ഇറ്റ് ഈസ് അറ്റ് ഹാൻഡ്. അത് വന്നെത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് വന്നെത്തിയിരിക്കുന്നു? ബിക്കോസ് ദ കിങ് ഹാസ് കം. എന്തുകൊണ്ടാണ് ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു എന്ന് യോഹന്നാൻ പറയാൻ കാര്യം, രാജാവ് വന്നതുകൊണ്ടാണ്. ഇപ്പൊ യോഹന്നാൻ പറയുന്നതാണ്, ദ കിങ് ഹാസ് കം. രാജാവിതാ വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആരിലേക്ക് തിരിയണമെന്നാണ് പറയുന്നത്? രാജാവിങ്കലേക്ക് തിരിയണം. ആരാണ് രാജാവ്? ഞാനല്ല രാജാവ്. യോഹന്നാൻ പറയുന്നു, നോ, ഐ ആം നോട്ട് ദ മെസ്സായ. ഞാനല്ല രാജാവ്. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവനാണ് രാജാവ്. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി സ്നാനം കഴിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ അഗ്നിയിലും പരിശുദ്ധാത്മാവിലും സ്നാനം കഴിപ്പിക്കും. സോ ഹീ ഈസ് കമ്മിങ്, ദ ഹെറാൾഡ് ഓഫ് ദ കിങ്ഡം. രാജ്യത്തിൻ്റെ പ്രഖ്യാപനം, രാജാവ് വരുന്നു എന്നുള്ള പ്രഖ്യാപനം, അതാണ് വാസ്തവത്തിൽ യോഹന്നാൻ നൽകുന്നത്. ഇനിയാണ് നോക്കുക, മത്തായി എത്ര കൃത്യമായിട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹി സേസ് അബൌട്ട് ദ ബർത്ത് ഓഫ് ജീസസ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു. എന്തിനു വേണ്ടി യേശു ജനിച്ചു എന്ന് പറയുന്നു. എന്തിനു വേണ്ടി? അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. സോ ഹി കെയിം ആസ് ദ റിഡീമർ. ആൻഡ് ഓൾസോ ഹി സേസ് ദാറ്റ് ഹി ഈസ് നോട്ട് ജസ്റ്റ് എ റിഡീമർ, ഹി ഈസ് ദ കിങ്. അവൻ വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല, അവൻ ആരും കൂടെയാണ്. അവൻ രാജാവാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ. എവിടെ? 1-ാം അധ്യായത്തിൽ യേശു വിമോചകനായി ജനിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. 2-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു? യേശു രാജാവാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് തന്നെയല്ല, അവർ കൊടുക്കുന്ന കാഴ്ച വസ്തുക്കളിൽ ഒന്നാമത്തെ പൊന്ന് ആർക്ക് വേണ്ടിയുള്ളത്? രാജാവിന് വേണ്ടിയുള്ളത്. കുന്തിരുക്കം പുരോഹിതന് വേണ്ടിയുള്ളത്. അവൻ മഹാപുരോഹിതനാണ്. മൂറ് മരിക്കുവാൻ പോകുന്നവന് വേണ്ടിയുള്ള ശവസംസ്കാരത്തിന് വേണ്ടി എന്ന് പറയുന്നത് പോലെ. സി, ഹി ഈസ് എ കിങ് ഹു ഈസ് ഗോയിങ് ടു ഡൈ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ ഈവൻ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന കാര്യം എന്താണ്? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി മരിക്കുവാൻ സ്വയം ഇറങ്ങി വന്നവനായ യേശുവിനെയാണ് യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു യാത്ര മത്തായി നമ്മളെ കൈപിടിച്ചുകൊണ്ട് നടത്തുകയാണ്. അവൻ്റെ ജനനത്തിലൂടെ, അവൻ രാജാവാണെന്നുള്ള യാഥാർത്ഥ്യത്തിലൂടെ. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അവൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിലൂടെ. എന്ന് തന്നെയല്ല, ഈ 3-ാം അധ്യായത്തിൽ തന്നെ വീണ്ടും നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനിൽ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. എന്നാണ് അവൻ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇറ്റ് സേസ് അബൌട്ട് ദ ബാപ്റ്റിസം ഓഫ് ജീസസ്. മത്തായി യോഹന്നാന്റെ കൈക്കീഴിലുള്ള യേശുവിൻ്റെ സ്നാനത്തിലൂടെ എന്താണ് നമ്മളെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്? ഇനിയിപ്പോൾ അല്ലെങ്കിൽ യേശു മനസ്സിലാക്കുകയാണ്, അവൻ്റെ രാജ്യത്വത്തിൻ്റെ കാഹളധ്വനി ഓൾറെഡി മുഴങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ സമയമായി. എന്തിനു വേണ്ടി? രാജാവ് പ്രത്യക്ഷപ്പെടാനുള്ള സമയമായി. എന്നാൽ ബാപ്റ്റിസത്തിൽ അവൻ എങ്ങനെയുള്ള രാജാവാണ് എന്നുള്ളത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സോ ജീസസ് ഈസ് കിങ്, ബട്ട് ഇൻ ഹിസ് ബാപ്റ്റിസം ഹി പ്രൊക്ലെയിംസ് വാട്ട് കൈൻഡ് ഓഫ് കിങ് ഹി ഈസ്. എങ്ങനെയുള്ള രാജാവാണ്? ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഒരു രാജാവിനെ പോലെ അല്ല യേശു ഇറങ്ങി വരുന്നത്. എല്ലാ രാജാക്കന്മാരുടെയും പ്രത്യക്ഷത എന്ന് പറയുന്നത് ആരവാരത്തോടുകൂടെ വളരെ വാളെടുത്ത് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വരവായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. യേശു എന്ത് ചെയ്യാണ്? മുട്ടുമടക്കി തലകുമ്പിട്ട് വെള്ളത്തിലിരുന്ന് സ്നാനമേൽക്കുന്നവനായ ഒരു മനുഷ്യൻ്റെ, ഭൂമിയിൽ നിന്നുള്ള ഭൗമികനായ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റുകൊണ്ട് യേശു പറയുകയാണ്, ഐ ആം എ ഡിഫറെന്റ് കിങ്. ഞാൻ വ്യത്യസ്തനായ ഒരു രാജാവാണ്. യോഹന്നാൻ വരണ്ടു പോയി. കാര്യം യോഹന്നാൻ ഒരിക്കലും അത് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്, നീ എന്തായി കാണിക്കുന്നത്? നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. കാര്യം സ്നാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തത്വം, പ്രത്യേകിച്ച് ആ കാലയളവിൽ
ഉണ്ടായിരുന്ന തത്വം എന്താണെന്ന് ചോദിച്ചാൽ, ആര് സ്നാനപ്പെടുത്തുന്നു അഥവാ സ്നാപകൻ ആരാണോ ആ സ്നാപകന്റെ സമൂഹത്തോടെ ഏകീഭവിക്കുവാനാണ് സ്നാനപ്പെടുന്നവൻ സ്നാനജലത്തിൽ ഇറങ്ങുന്നത്. ക്രിസ്തീയ സ്നാനം നമ്മൾ ക്രിസ്തുവിനോട് ചേരുവാനാണ്. പക്ഷേ യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള ഈ ക്രിസ്തീയ സ്നാനത്തിന് മുമ്പുണ്ടായിരുന്ന യോഹന്നാന്റെ കാലയളവിൽ ഉണ്ടായിരുന്ന സ്നാനം, ഈവൻ ജൂയിഷ് ആൾക്കാർ സ്നാനം കൊടുത്തിരുന്നു. പല മിസ്റ്ററി റിലീജിയൻസ്, മാർമിക സഭകൾ അല്ലെങ്കിൽ വാട്ട് യു സേ നിഗൂഢ മതങ്ങൾ പലതുണ്ടായിരുന്നു. അവരുടെ അംഗങ്ങളെ അവർ സ്നാനപ്പെടുത്തിയിരുന്നു. അങ്ങനെ സ്നാനം എന്ന് പറയുന്നത് ആ കാലയളവിൽ ഒരു സമൂഹത്തോട് ചേരുവാനായിട്ട് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു സിമ്പലാണ്. അപ്പോൾ ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി മറ്റൊരാൾക്ക് ബാപ്റ്റിസം കൊടുക്കുമ്പോൾ ശരിക്കും ആരാണ് സ്നാപകൻ, അയാൾ ഏത് സംഘത്തിന്റെ ഭാഗമാണ്, ആ സംഘത്തോടാണ് സ്നാനമേൽക്കുന്നയാൾ യോജിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ചോദിക്കുന്നത്, നീ എന്തായി കാണിക്കുന്നത്? ഞാൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികൻ, നീ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗികൻ. എൻ്റെ ജീവിതത്തിലെ ഇന്ന് വരെയുള്ള ആഗ്രഹം എങ്ങനെയെങ്കിലും നിന്നെ പോലെ ആകണമെന്നാണ്. നീ എന്തായി കാണിക്കുന്നത്? നീ എന്താ ഇത് എന്നെ പോലെ ആകാൻ നോക്കുന്നത്? കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ നീ സമ്മതിക്കുക, നീ പറഞ്ഞൊക്കെ തെറ്റാണെന്നല്ല പറയോ, അങ്ങനെയൊന്നുമല്ല. കർത്താവ് കപട വിനയം കാണിച്ചിരുന്നില്ല. യു അണ്ടർസ്റ്റാൻഡ്? കർത്താവ് വിനയമുള്ളവനായിരുന്നു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തില്ല? കപട വിനയം കാണിച്ചില്ല. നമ്മൾ അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, വെറുതെ കള്ളത്തര പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണിക്കുന്ന മിക്കപ്പോഴും കാണിക്കുന്നത് ശരിയായ വിനയമൊന്നുമല്ല. എന്താണ്? കപട വിനയമാണ്. അപ്പോൾ യേശു അങ്ങനെ കപട വിനയമൊന്നും കാണിച്ചില്ല. കർത്താവ് പറഞ്ഞില്ല, യോഹന്നാനെ അങ്ങനെയൊന്നും പറയാതെയോ, അങ്ങനെയൊന്നും പറയാതെ, നീ എന്നെക്കാളും മൂത്തതല്ലേ എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊന്നും പറഞ്ഞു ഇല്ല. വാട്ട് യു സെഡ് ഇറ്റ് ഈസ് ട്രൂ. ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയൻ, നീ ഭൂമിയിൽ നിന്നുള്ള ഭൗമികൻ, നിനക്ക് എന്നെ പോലെ ആവുകയാണ് ആവശ്യം. യെസ്, പക്ഷേ ഇപ്പോൾ നീ സമ്മതിക്കും. കാരണം ഇതെൻ്റെ ഒരു വലിയൊരു തീരുമാനമാണ്. എന്താണ് തീരുമാനം? ഞാൻ സ്വർഗത്തിലിരിക്കുന്നവനായി, സ്വർഗീയനായി, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ മഹിമകളിൽ ഒരു രാജാവാകുവാനല്ല ആഗ്രഹിക്കുന്നത്. പ്രത്യുത ഒരു സാധാരണ മനുഷ്യനായി, യു അണ്ടർസ്റ്റാൻഡ്, മനുഷ്യവർഗത്തോടെ ഏകീഭവിച്ചുകൊണ്ട്, മനുഷ്യനായി ജീവിച്ചുകൊണ്ട്, സകലത്തിലും എൻ്റെ സഹോദരന്മാരോട് സദൃശനായിക്കൊണ്ട്, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് അവൻ എന്തായി? സദൃശനായി. അങ്ങനെയാണ് ഞാൻ രാജാവാകുന്നത്. ഞാൻ രാജാവാകുന്നത് വാളുകൊണ്ടല്ല, സ്വർഗത്തിൻ്റെ എന്തെങ്കിലും കഴിവുകൾ ഉപയോഗിച്ച്, ഗിമ്മിക്സ് ഉപയോഗിച്ചല്ല ഞാൻ രാജാവാകുന്നത്. എങ്ങനെയാണ്? ഒരു നോർമൽ വ്യക്തി എന്ന നിലയിൽ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടായിരിക്കും. താൻ എങ്ങനെയുള്ള രാജാവാണ്? സൗമ്യനായ, നമ്രശിരസ്കനായ, വെള്ളത്തിലിറങ്ങുന്നവനായ, വെള്ളത്തിൽ തന്നെ താഴ്ത്തുന്ന ഒരു രാജാവ്. ഹി ഈസ് കിങ്, ബട്ട് ഹി ഈസ് നോട്ട് ലൈക്ക് അതർ വേൾഡ്ലി കിങ്സ്. ഹി വാസ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് യേശുവിൻ്റെ സ്നാനത്തിലൂടെ മത്തായി പറയാണ്, അവൻ വിമോചകനാണ്, രാജാവാണ്. എന്നാൽ അവൻ രാജാവാകുന്നത് വ്യത്യസ്തനായിട്ടാണ്. യേശു പറയാണ്, എങ്ങനെയാണ് ഞാൻ രാജാവാകുന്നത്? ഞാൻ സ്വർഗത്തിൻ്റെ ഉന്നതികൾ നിലനിർത്തിക്കൊണ്ടല്ല. അവൻ ദൈവത്തോടുള്ള, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന് 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത്. ഹി വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. ദൈവത്തിന് എത്രത്തോളം താഴാമോ അത്രത്തോളം. ദൈവത്തിന് താഴാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. ദൈവത്തിന് പാപത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയത്തില്ല. കർത്താവ് തന്നെ താഴ്ത്തി. എത്രത്തോളം? കർത്താവ് താഴ്ത്തുന്നതിന് പരിധിയുണ്ടോ? ഉണ്ട്. എന്താണ് താഴ്ത്തുന്നതിലെ പരിധി? അവൻ പാപത്തിലേക്ക് ഇറങ്ങിപ്പോയില്ല, ബാക്കി എല്ലാത്തിലും. അതുകൊണ്ടാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, അവൻ പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ഏകീഭവിച്ചവനാണ്. അവൻ നമ്മളോട് ഏകീഭവിച്ചു. പക്ഷെ എവിടം വരെ പോയുള്ളൂ? പാപത്തിൻ്റെ ലെവലിൻ്റെ മുകളിൽ മാത്രമേ പോയുള്ളൂ. അവിടുന്ന് താഴോട്ട് പോയില്ല. അവൻ അങ്ങനെ പോകാൻ കഴിയുകയില്ല. ബിക്കോസ് ഹി ഈസ് ഗാഡ്. ഒരു ദൈവത്തിന് എത്രത്തോളം താഴാമോ, ദൈവത്തിന് എത്രത്തോളം ഒരു മനുഷ്യനാകാമോ, അത്രത്തോളം യേശു മനുഷ്യനായി. ആ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ യേശു കർത്താവ് തൻ്റെ സ്നാനത്തിലൂടെ വെളിപ്പെടുത്തിയത്. അത് ദൈവത്തിന് ഭയങ്കര പ്രസാദമായി. അതുകൊണ്ടാണ് കർത്താവ് സ്നാനമേറ്റ് കയറുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം പറയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ ദേഹരൂപത്തിൽ, അല്ലെങ്കിൽ പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ആവസിക്കുന്നത് നമ്മൾ കാണുന്നത്. ഹി വാസ് കിങ്. അറ്റ് ദ സെയിം ടൈം ഹി വാസ് പ്രൊക്ലെയിമിംഗ് വാട്ട് കൈൻഡ് ഓഫ് കിങ് ഹി ഈസ്. ആൻഡ് ഗാഡ് വാസ് പ്ലീസിംഗ് ഇൻ ഹിം. ആൻഡ് ഹി സേസ് ഹി ഈസ് മൈ ബിലവഡ് സൺ. ഈസ് മൈ ബിലവഡ് സൺ. ഇവൻ എൻ്റെ
പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇപ്പം മനസ്സിലാക്കണം, മത്തായി ആദ്യത്തെ 3 അധ്യായങ്ങളിലൂടെ യേശു ആരാണ് എന്നുള്ള കൃത്യമായ ഒരു യാഥാർത്ഥ്യം നമുക്ക് വെളിപ്പെടുത്തുകയാണ്.